സ്നേഹവും വെറുപ്പും ദീനിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ സ്നേഹത്തിനു വേണ്ടിയാകുകയും ചെയ്യുമ്പോൾ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഞാനൊരാളെ സ്നേഹിക്കുന്നു, എന്തുകൊണ്ട് അയാളെ ഓരോ അവസ്ഥയിലും സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്ന ഉത്തരമാണെങ്കിൽ നമുക്കൊരിക്കലും നിരാശരാകേണ്ടി വരില്ല. അതല്ലെങ്കിലോ നിരാശ ഫലമാകും. ഭർത്താവിനെയാണെങ്കിലും മക്കളെയാണെങ്കിലും എല്ലാം. മക്കളെ കുറേ കാലം സ്നേഹിച്ചു കുട്ടി, പക്ഷേ മക്കൾ കുറച്ച് വലുതായപ്പോൾ അവർ തിരിച്ച് സ്നേഹം തരണില്ല. നിരാശ. എന്തേ? സ്നേഹിച്ചത് മക്കൾക്ക് വേണ്ടിയാണ്. ഭർത്താവിനെ സ്നേഹിച്ചു കുറേ, എൻ്റെ ജീവനേക്കാൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, പക്ഷേ ഇപ്പോൾ പലപ്പോഴും കേൾക്കേണ്ടി വരുന്ന പദങ്ങൾ. അതെന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ ഭർത്താവിനെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ ഈ നിരാശ കടന്നു വരുന്ന പ്രശ്നമില്ല. മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ അവർ പിച്ചുമ്പയും പറയുന്നു, അവരെ നമ്മൾ സ്നേഹിക്കുന്നു, അവർക്ക് കാരുണ്യം ചെയ്യുന്നു, പക്ഷേ അവരെ തിരിച്ചു പറയുന്നത് വലിയ തെറി, വലിയ മോശമുള്ള വർത്തമാനം. അതോടുകൂടി നിരാശ ഇല്ല. അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മുടെ സ്നേഹമെങ്കിൽ നിരാശയുടെ പ്രശ്നം വരുന്നില്ല. അങ്ങനെ സ്നേഹിക്കുവാൻ സാധിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിലുള്ള ഇണയായി മാറുവാൻ നമുക്ക് കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും നല്ല ഉത്തമയായ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നോക്കിയാൽ സന്തോഷം നൽകുന്ന ഭർത്താവിന്, അതേപോലെ തന്നെ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ അയാളുടേതെല്ലാം സംരക്ഷിക്കുന്ന ഭാര്യ. നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് കേൾക്കുന്നതാണ്. നോക്കിയാൽ സന്തോഷം നൽകുന്ന ഭാര്യ, നോക്കിയാൽ സന്തോഷം നൽകുന്നവർ. അതെത്രത്തോളം നോക്കുക എന്ന് പറയുമ്പോൾ അതിന് കണ്ണിൻ്റെ ഒരു വശമുണ്ട്, മനസ്സിൻ്റെ വശമുണ്ട്, ഒരുപാട് വശങ്ങളുണ്ട്. ഈ വശങ്ങളിലെല്ലാം നമ്മൾ എത്രത്തോളമായി ആലോചിക്കേണ്ടതല്ലേ, പഠിക്കേണ്ടതല്ലേ. പെണ്ണുങ്ങൾക്ക് വലിയൊരു സന്തോഷ വാർത്തയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായി ഇബ്നു ഹിബ്ബാന്റെ സഹീഹിൽ ഉദ്ധരിക്കപ്പെട്ടുള്ള ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലും നമ്മൾ കേട്ടിട്ടുണ്ട്, നോമ്പ് പിടിച്ചവർക്ക് സ്വർഗത്തിൽ പ്രത്യേകം വാതിലുണ്ട്. റയ്യാൻ എന്നാണ് ആ വാതിലിന്റെ പേര്. അങ്ങനെ ഓരോ കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്കും പ്രത്യേകം വാതിലുകളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് 5 നേരം കൃത്യമായി നമസ്കരിക്കുകയും തൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും ചാരിത്ര ശുദ്ധി സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുന്ന സ്ത്രീ അവൾക്ക് ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്നവളാണ് എന്ന് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നന്മ നിറഞ്ഞ കുടുംബമുണ്ടാകണമെങ്കിൽ ഉണ്ടാകേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം സമർപ്പണമാണ്. പെണ്ണിന്റെ പക്ഷത്തിൽ നിന്നുള്ള, അത് ആണുങ്ങളോടുള്ള സംസാരമല്ലല്ലോ. ആണുങ്ങളോടുള്ള സംസാരത്തിലാണ് ആണുങ്ങളുടെ പക്ഷത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ പറയേണ്ടത്. സമർപ്പണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമതി ഉദ്ധരിച്ച ഹദീസിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, ഒരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഞാൻ പെണ്ണിനോട് ആണിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. ആ സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ? സമർപ്പണത്തിന്റെ പൂർണ്ണ രൂപമാണ്. അഥവാ പുരുഷന് സമർപ്പിതമാകണം പെണ്ണ്, പുരുഷനെ അനുസരിക്കണം എല്ലാ വിഷയങ്ങളിലും, ഓരോ കാര്യങ്ങളിലും, മതവിരുദ്ധമല്ലാത്ത കാര്യങ്ങളിൽ. അതേസമയം മതവിരുദ്ധമായ കാര്യങ്ങളിൽ അനുസരിക്കരുത് എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ നേരായ വഴിക്ക് നടത്താൻ കഴിയുകയും വേണം. ചരിത്രത്തിൽ ഏറെ വല്ലാതെ ആവേശം തോന്നുന്ന ഒരു സംഭവമുണ്ട്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള അബൂ സുഫിയാന്റെ ഭാര്യയായിരുന്ന ഹിന്ദിനെ നമ്മൾ കേട്ടിട്ടുള്ള രംഗം ഏതാണ്? ഉഹദ് യുദ്ധത്തിൽ മരിച്ചു കിടക്കുന്ന ഹംസ റളിയല്ലാഹുവിന്റെ നെഞ്ചകം കുത്തിക്കളർന്ന് അവിടെ നിന്ന് കരള് പിടിച്ചെടുത്ത് വലിച്ച് കടിച്ച് ചവച്ച് തുപ്പി ഇസ്ലാമിനോട് വിരോധം പ്രകടിപ്പിച്ച ആ ഹിന്ദ് ഇസ്ലാമിലെത്തി. ഹിന്ദ് റളിയല്ലാഹു അൻഹാ എന്ന് നമ്മൾ പറയണം. ഇസ്ലാമിലെത്തിയതിനു ശേഷമുള്ള ഒരു സംഭവമുണ്ട്. അവര് ഒരു യുദ്ധത്തിൽ, ഗ്രീക്കുകാർക്കെതിരെയുള്ള യർമൂക്ക് യുദ്ധത്തിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തന്റെ ഭർത്താവ് ഇസ്ലാമിനെതിരെ യുദ്ധം നയിച്ച് അവസാനം ഇസ്ലാമിൽ എത്തിച്ചേർന്ന അബൂ സുഫിയാൻ
യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ മുസ്ലിങ്ങൾ പിന്തിരിഞ്ഞോടി. ഓടിയ കൂടെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്തിരിഞ്ഞോടി. ഉടനെ തന്നെ ഈ ഹിന്ദ് ഒരു മരപ്പലക എടുത്തിട്ട് കുതിരന്റെ തലക്കൊരു ഇടി കൊടുത്തിട്ട് തിരിച്ചങ്ങോട്ട് ഓടി എന്ന് പറയാ. നിങ്ങൾ പോരാടുന്നത് തിരിഞ്ഞോടാനല്ല, ഒന്നുകിൽ സ്വർഗം നേടുവാൻ, അതല്ലെങ്കിൽ വിജയിക്കുവാൻ. അതുകൊണ്ട് തന്നെ തിരിഞ്ഞോടുവാൻ കൽപ്പിക്കപ്പെട്ടവരല്ല നിങ്ങൾ. നിങ്ങൾ പോരാടൂ, നിങ്ങൾ പോരാടുക, തിരിഞ്ഞോടുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞ് സ്വന്തം ഭർത്താവിനെയും മറ്റുള്ളവരെയും ആവേശപ്പെടുത്തുന്നത് ഇന്നലെ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച ഹിന്ദ് റളിയല്ലാഹു അൻഹ. ഭർത്താവിന്റെ ഒരു വഴികേടിൽ പോലും, അവർ സന്നിഗ്ധമായ ഘട്ടത്തിൽ പോലും, തൻ്റെ ഭർത്താവ് മരണത്തിലേക്ക് കടന്നു പോകുമെന്ന് വിചാരം തോന്നിപ്പോകുന്ന സന്ദർഭത്തിൽ പോലും അവരെ തെരഞ്ഞു നിർത്തി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല, മറിച്ച് മരിക്കുവാൻ കൽപ്പിക്കുന്ന, മരിക്കുവാൻ പഠിപ്പിക്കുന്ന, മരിക്കുവാൻ പ്രചോദനം നൽകുന്ന ഭാര്യ. ഇത് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുന്നത് കൊണ്ടാണ്. ആ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുവാൻ കഴിയുമ്പോൾ കുടുംബം ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ സംതൃപ്തിയുടെ കുടുംബമാകും. അപ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ മക്കളായിത്തീരും. നമ്മുടെ മക്കൾ നമ്മുടെ മക്കളായിത്തീരും. ഇന്ന് നമ്മുടെ മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കുന്നത് നമ്മൾ എവിടെ നിന്ന്? മക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. മക്കൾ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന അമാനത്തുകളാണ് എന്നുള്ള കാര്യമാണ് ഒന്നാമത്തേത്. പരിശുദ്ധ ഖുർആൻ പോലും മാതാപിതാക്കളെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്ന രംഗമുണ്ടല്ലോ. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 23-24 വചനങ്ങളിൽ അവിടെ പറയുന്നത് എന്താ? വഖുൽ റബ്ബിർഹുമാ കമാ റബ്ബയാനി സഗീറ. ഞങ്ങളെ ചെറുപ്പത്തിൽ ഏത് രൂപത്തിൽ ഞങ്ങൾക്ക് കാരുണ്യം നൽകിയോ ആ രൂപത്തിൽ പടച്ചവനെ ഇവർക്ക് നീ കാരുണ്യം നൽകണമേ. അപ്പോൾ ചെറുപ്പത്തിൽ കാരുണ്യം നൽകിയവർക്ക് മാത്രമേ ഈ പ്രാർത്ഥന പോലും ഫലപ്പെടൂ. ചെറുപ്പത്തിൽ കാരുണ്യം നൽകിയതുപോലെ എന്നാണ്. ചെറുപ്പത്തിലെ കാരുണ്യം എന്താണ്? ഏറ്റവും വലിയ കാരുണ്യം അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പറ്റുന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങളിൽ വളർത്തുകയും അറിവ് നൽകുകയും ചെയ്യുക എന്നതാണ്. സഹാബി വനിതകളെല്ലാം സ്വന്തം മക്കളെ യുദ്ധത്തിന് പ്രേരിപ്പിച്ച് പറഞ്ഞയച്ചിരുന്ന കഥ കേട്ട് ആവേശം കൊള്ളുന്ന ആളുകളാണ് നമ്മൾ. നമുക്കതിനുള്ള അവസരമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ മക്കളെ ആദർശമനുസരിച്ച് വളർത്താൻ കഴിയേണ്ടതല്ലേ? ആ ആദർശമനുസരിച്ച് മക്കൾ വളരുമ്പോൾ സ്വാഭാവികമായും അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ധർമ്മമായി തീരും അത് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. നമ്മൾ മക്കളെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും അതിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ്. ഇന്ന് മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. 3 വയസ്സുവരെയുള്ള സമയത്താണ് കുട്ടികളുടെ അടിസ്ഥാന ധാർമ്മികത രൂപപ്പെടുന്നത് എന്നും ആ സമയത്ത് കുട്ടിക്ക് ലഭിക്കേണ്ട അറിവുകൾ എന്തൊക്കെയാകണമെന്ന് തീരുമാനിക്കപ്പെടേണ്ടതുണ്ട് എന്നും ആ അറിവുകൾക്ക് കുട്ടികൾ ആശ്രയിക്കുന്നത് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളെയാണെങ്കിൽ അത് കുട്ടിയുടെ ധാർമ്മികതയെ തകർക്കുമെന്നുമുള്ള വസ്തുതകൾ പറയുന്നത് ആധുനിക സൈക്കാട്രിസ്റ്റുകളാണ്. അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ APA പ്രസിദ്ധീകരിച്ച കുട്ടികളെ സ്വാധീനിക്കുന്ന ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളെ കുറിച്ചുള്ള 5000-ഓളം പഠനങ്ങൾ നമുക്ക് ഇന്റർനെറ്റിൽ ലഭിക്കും. ആ പഠനങ്ങൾ മുഴുവനും പറയുന്നത് 3 വയസ്സിന് മുമ്പ് നിങ്ങൾ കുട്ടികളെ ടെലിവിഷൻ കാണിക്കുകയേ ചെയ്യല്ലേ എന്നാണ്. 3 വയസ്സ് വരെ കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് സ്ഥിരമായി ആക്ഷൻ ത്രില്ലറുകൾ കാണുന്ന മാതാക്കളോട് APA നൽകുന്ന മുന്നറിയിപ്പ് ആ കുട്ടി ഒരു ആന്റി സോഷ്യലാകും, സാമൂഹ്യ വിരുദ്ധനാകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുമെന്നാണ്. 3 വയസ്സ് വരെയുള്ള സമയത്ത് കുട്ടിയെ മടിയിലിരുത്തി അർദ്ധനഗ്ന രംഗങ്ങൾ കാണുന്ന മാതാക്കളോട് APA നൽകുന്ന മുന്നറിയിപ്പ് ആ കുട്ടികളെ ഇമ്മോറലായി, ധാർമ്മിക വിരുദ്ധനായി തീരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയുമെന്നാണ്. എന്തുകൊണ്ട് പുതിയ തലമുറ ഇങ്ങനെ എന്ന് പലരും ആശ്ചര്യപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് മക്കളെല്ലാം ഇങ്ങനെ? മക്കളെല്ലാം അങ്ങനെയായത് മക്കളെ മടിയിലിരുത്തിക്കൊണ്ട് നമ്മൾ പഠിപ്പിച്ചത് അങ്ങനെയായിരുന്നു എന്ന ഉത്തരവാണ് ഇന്ന് സൈക്കാട്രിസ്റ്റ് അസോസിയേഷനെ പോലെയുള്ള സംഗതികൾ തരുന്നത്. വളരെ ഗൗരവതരമായ കാര്യമാണിത്.
കുട്ടിയുടെ മാനസികമായ വളർച്ചയും